ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട തീക്കോയി സ്വദേശി അനിൽകുമാറിന് സമാശ്വാസവുമായി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ എത്തി. തിങ്കളാഴ്ച വൈകുന്നേരം തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തിയ മന്ത്രി HF ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ആകെ ഉണ്ടായിരുന്ന 11 പശുക്കളിൽ 3 കിടാക്കളടക്കം 11 എണ്ണം നിലയിലെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ചാകുന്നു നോക്കി നിൽക്കേണ്ടി വന്ന അനിൽകുമാറിനെ മന്ത്രി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും നേരിട്ടെത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ദിവസം 60 ലിറ്റർ പാൽ വിൽപ്പന നടത്തിയിരുന്നതായി അനിൽകുമാർ പറഞ്ഞു. പശുക്കളെ നഷ്ടപ്പെട്ടതോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് മന്ത്രി എത്തിയതെന്ന് അനിൽകുമാർ പറഞ്ഞു. ഇത്തരം അവസരങ്ങളിൽ സർക്കാർ സംവിധാനം കൂടെ നിൽക്കുന്നത് ആശ്വാസമാണെന്നും അനിൽകുമാർ പറഞ്ഞു. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് നൽകിയ 2 പശുക്കളെയും കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതിയും നൽകിയ ഓരോ പശുക്കളെയുമാണ് മന്ത്രി കൈമാറിയത്. കേരള വെറ്റിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദു കൃഷ്ണ അനിൽകുമാറിന് നൽകി. വാഗമണിലെ KLDBയിൽ നിന്നാണ് പശുക്കളെ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ, അനിലിന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ സർക്കാരിന്റെ ധനസഹായമൊക്കെ വരും, പക്ഷെ അതിന് സമയമെടുക്കും. അത്രയും സമയം വിഷമിക്കുന്ന അല്ലെ നിരാശപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടാതിരിക്കുക എന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലഭ്യമായ സഹായങ്ങളുമായി ഇവിടെ ഓടിയെത്തിയത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നത്. KGOU സംസ്ഥാന പ്രസിഡന്റ് B ഗോപകുമാർ, മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ CN വത്സലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, തമിഴ്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശ റിജു, ഡോക്ടർ R രാജീവ്, ഡോക്ടർ ബിനു ഗോപിനാഥ്, ഡോക്ടർ അബ്ദുൽ ഫിറോസ്, ഡോക്ടർ ബിജോയ്, ഡോക്ടർ സ്മിത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അവിവാഹിതനായ അനിൽകുമാർ മാതാപിതാക്കൾക്കും സഹോദരന്റെ കുടുംബത്തിനൊപ്പവുമാണ് താമസിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിൽ ഉരുൾപൊട്ടി വെള്ളം ഇരച്ചു കയറിയപ്പോൾ പശുക്കളെ രക്ഷിക്കാനാവാതെ വന്നതിന്റെ വേദനയിലാണ് അനിൽകുമാർ. വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച 4 പശുക്കൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ ആശ്വാസമാണെന്ന് അനിൽകുമാർ പറഞ്ഞു.